നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ആവൂല, വെസ്റ്റ് ഇൻഡീസിനെ കൊണ്ടാവൂല. നമ്മൾ ഈ സീരീസ് തുടങ്ങും മുമ്പേ പറഞ്ഞതാണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. അതൊന്നുകൂടി തെളിയുകയാണ്. ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ടെസ്റ്റിൻ്റെ 3-ാം ദിവസത്തെ ആദ്യ സെഷനിൽ ഇന്ത്യ ഇന്ന് ഡിക്ലെയർ ചെയ്തു. അതായത് ഇന്നലത്തെ സ്കോറിന് തന്നെ നമ്മുടെ ടീം ഡിക്ലെയർ ചെയ്തു. 448-ന് 5 ആയിരുന്നല്ലോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. എൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, പിച്ചിൽ മോർണിംഗിൽ മോയ്സ്ചർ ഉണ്ടാവും, അത് ഉപയോഗപ്പെടുത്തണം. അതിനൊന്നും ആവശ്യമില്ല. വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ തന്നെ തകർന്നടിയും, നമുക്കറിയാമല്ലോ. കളി നേരത്തെ കഴിയും, അത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ കൊണ്ട് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നുകൂടി നമ്മൾ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇന്നൊരു 2 സെഷനൊക്കെ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ കളി കുറച്ചുകൂടി നീളുമായിരുന്നു. അതൊന്നുമില്ല, നമ്മൾ ഡിക്ലെയർ ചെയ്തു. വെസ്റ്റ് ഇൻഡീസിൻ്റെ 2ാമത്തെ ഇന്നിങ്സ് ഇപ്പോൾ അവർ 66 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലാണ്. അതായത് ഇന്നത്തെ മോർണിംഗ് സെഷനിൽ അവർ 66 റൺസ് അടിച്ചു. അവരുടെ ബാറ്റർമാരുടെ പകുതിയും കൂടാരം കയറി. 3 വിക്കറ്റുകളാണ് രവീന്ദ്ര ജഡേജ എടുത്തിരിക്കുന്നത്. മികച്ച ക്യാച്ച് നിതീഷ് കുമാർ റെഡ്ഡിയുടെ മികച്ച ക്യാച്ച്, ജയ്സ്വാളിൻ്റെ ക്യാച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഫീൽഡിങ് മികവ് കാണിക്കൂടി ചെയ്തപ്പോൾ അവർ 66 റൺസിന് 5 വിക്കറ്റ് എന്ന രൂപത്തിലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അവർ ഫസ്റ്റ് ഇന്നിങ്സിലെ ഇന്ത്യയുടെ ലീഡായ ആ ഒരു സ്കോറിന് 220 റൺസ് പുറകിലാണ്. ഇനി 220 റൺസ് കൂടി ഈ ഇന്നിങ്സിൽ അടിച്ചാലേ കടം വീട്ടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഇന്ത്യക്ക് മുന്നിലേക്ക് എന്തെങ്കിലും ടാർഗറ്റ് വെക്കുക. ഒരു പക്ഷേ അടുത്ത സെഷനിൽ തന്നെ കളി തീർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 5 ദിവസത്തെ കളി 2.5 ദിവസം കൊണ്ട് തീരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ബാറ്റ് ചെയ്യാൻ വന്ന അവർക്ക് ആദ്യമേ വിക്കറ്റ് നഷ്ടമായത് ടെക്നറൈൻ ചന്ദ്രബോളിൻ്റെ വിക്കറ്റാണ്. മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ നിതീഷ് കുമാർ റെഡ്ഡി പിടിച്ചാണ് പുറത്താകുന്നത്. 23 പന്തിൽ നിന്ന് 8 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്യാനെത്തിയ ജോൺ ക്യാമ്പൽ 32 പന്തിൽ നിന്ന് 14 റൺസാണ് അടിച്ചത്. അദ്ദേഹം ജഡേജയുടെ പന്തിൽ സായ് സുദർശൻ പിടിച്ച് പുറത്തായി. പിന്നെ അലിക് യത്തുനീസ് ക്രീസിലുണ്ട്. 50 പന്തിൽ നിന്ന് 27 റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട്. അദ്ദേഹമാണ് അവരുടെ സ്കോറിങ്ങിൻ്റെ പ്രധാന ഭാഗം നടത്തിയിട്ടുള്ളത്. എന്നാൽ ബ്രണ്ടൻ കിങ് 5 റൺസുമായിട്ട് മടങ്ങി. റോസ്റ്റൻ ചേസ് 1 റൺസ് അടിച്ചു. ഷായ് ഹോപ്പ് 1 റൺസുമായിട്ട് മടങ്ങി. ഇപ്പോൾ ക്രീസിൽ അത്തനീസിന് കൂടെയുള്ളത് ജസ്റ്റിൻ ഗ്രീവ്സാണ്. 21 പന്തിൽ നിന്ന് അദ്ദേഹം 10 റൺസ് അടിച്ചിട്ടുണ്ട്. ലഞ്ചിൻ്റെ സമയത്ത് 66-ന് 5 എന്ന നിലയിലാണ് വെസ്റ്റ് ഇൻഡീസ്. ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ 11 ഓവറുകളിൽ 30 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ മുഹമ്മദ് സിറാജും കുൽദീപ് യാദവും ഓരോ വിക്കറ്റുകളും എടുത്തിട്ടുണ്ട്. അടുത്ത സെഷനിൽ കളി തീർന്നില്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ വീണ്ടും റിവ്യൂവും മാച്ചിൻ്റെ റിസൾട്ടും ഒക്കെ വൈകുന്നേരത്തേക്ക് വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ 2:30-ക്കുള്ളിൽ തന്നെ പണി തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.